നമസ്കാരം. പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് G&G ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പോലീസിന്റെ ഒളിച്ചുകളിക്കെതിരെ ആഞ്ഞടിച്ച നിക്ഷേപകർ 5000-ഓളം പേരിൽ നിന്ന് 800 കോടിയോളം രൂപയും സമാഹരിച്ച് മുങ്ങിയ ഫിനാൻസ് ഉടമകളുമായി ചേർന്ന് പോലീസ് നാടകം കളിക്കുകയാണെന്ന് G&G ഇൻവെസ്റ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അതുതന്നെ ഒരു നിഷേധാത്മക നിലപാടല്ലേ പൊതുജനങ്ങളുടെ ഇതല്ലല്ലോ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. അവർക്ക് അവരുടെ എല്ലാ ഉപാധികളും വെച്ച് പോലീസുകാരെ അവരല്ലേ ഏത് കേസും കണ്ടെത്തേണ്ടതും അവരുടെ ചുമതലയായിരിക്കും. ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തി അവരുടെ പൈസ പിടിച്ചു പറിക്കുന്നെന്ന് പറയുന്നത് അത് ഏറ്റവും കഷ്ടമല്ലയോ. എനിക്ക് കുറച്ചേ ഉള്ളു തുക, ഒരുപാടൊന്നും. സത്യം പറഞ്ഞാൽ സാറേ, എനിക്ക് അത് 1 കോടി രൂപയുടെ വിലയാണ്. എനിക്ക് 70,000 രൂപയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അതിന്റെ പൈസ മേടിച്ചിട്ടില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്പറേഷത്തിന് ആദ്യത്തെ ഒരു ഓപ്പറേഷൻ ആർട്ടിന് ചെയ്ത രണ്ടാമത് വേണമെന്ന് പറഞ്ഞതിന് ഞാൻ ഈ തുക തൊഴിലുറപ്പ് ചെയ്തു പാത്രം തേച്ച് മഴക്കി ഞാൻ കൊണ്ടിട്ട പൈസയാണ്. പെട്ടെന്നൊരാവശ്യം വന്നാൽ ആശുപത്രി പോകാനൊരു പെട്ടെന്നൊരാവശ്യം വന്നാൽ കയ്യിലുള്ളത് എടുത്തോണ്ട് പോകാമല്ലോ, അങ്ങനെ ഉദ്ദേശിച്ചിട്ടതാ. അവിടെ ഇട്ടതെന്ന് പറഞ്ഞാൽ ഇച്ചിരി പലിശ കൂടെ കൂടുതൽ കിട്ടുമല്ലോ എന്നുദ്ദേശിച്ചിട്ടതാ. ജനുവരിയിലാണ് 40ഓളം ശാഖകളുള്ള പുല്ലാട് G&G ഫിനാൻസിയേഴ്സ് ഉടമകൾ മുങ്ങുന്നത്. നിക്ഷേപകരുടെ പരാതിയിൽ അന്വേഷണം നടക്കവേ ഉടമകളായ കുറിയന്നൂർ ശ്രീരാമസദനത്തിൽ ഗോപാലകൃഷ്ണൻ നായർ, മകൻ ഗോവിന്ദ് ജി നായർ എന്നിവർ തിരുവല്ല DYSP ഓഫീസിൽ കീഴടങ്ങി. കേസിലെ മറ്റ് 2 പ്രതികളും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമായ ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യ സിന്ധുജി നായർ, ഗോവിന്ദൻ്റെ ഭാര്യ ലക്ഷ്മിരേഖ എന്നിവർ ഒളിവിലാണ് എന്നാണ് പോലീസ് ഭാഷ്യം. ഇതിൽ ലക്ഷ്മിരേഖ വിദേശത്താണ്. സിന്ധുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ 14-ാം തീയതി തള്ളിയിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയെങ്കിലും പ്രതികളെ കൊണ്ടുവന്ന് തന്നാൽ അറസ്റ്റ് ചെയ്യാം എന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ഉന്നത പോലീസ് അധികൃതരുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും സ്ത്രീകളുടെ അറസ്റ്റ് വൈകുന്നതിന് ഇതാണ് കാരണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. പത്തനംതിട്ട SP-ക്ക് മെല്ലെപ്പോക്ക് നയമാണെന്നും അവർ പറയുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇത്രയും പേരും 12-25 ഈ സമയത്ത് ഇവിടുത്തെ സൈബർ പോലീസുകാർക്ക് അറിയാം നമ്മൾ ഇത്രയും പേരും ഇന്ന ടവറിന്റെ താഴെയാണ്. എന്തുകൊണ്ട് സിന്ധു എന്ന് പറയുന്ന വ്യക്തിയെ ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല? മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു. അവർ മായാലോകത്തിൽ നിന്നൊന്നുമല്ല അപേക്ഷിക്കുന്നത്. അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു, വക്കീല് അത് കൃത്യമായിട്ട് വാദിക്കുന്നു. ഞങ്ങളും ആ ജാമ്യത്തെ എതിർത്ത് വക്കീലിനെ നിർത്തിയിരുന്നു. അങ്ങനെ ആ ജാമ്യം നിഷേധിക്കപ്പെട്ടു. ഇത്രയും സമയമായിട്ട് എന്തുകൊണ്ട് നമ്മുടെ പോലീസ് അധികാരികൾക്ക് അവരെ കണ്ടെത്താൻ കഴിയുന്നു? അവരാണ് ഇങ്ങനെ അറിയിക്കുകയും പരാതി കൊടുത്തവരെല്ലാം പോയി നമ്മുടെ FIR-ന്റെ ഇതൊക്കെ കളക്ട് ചെയ്യാനും പറഞ്ഞു. അദ്ദേഹം വേണ്ടവിധം കൈകാര്യം ചെയ്തു ഞങ്ങളുടെ മുന്നിൽ വെച്ചെന്നാണ് അറിവ്. പക്ഷെങ്കിൽ ഒരു മെല്ലെപ്പോക്ക് നയമാണ് എന്നുള്ളതാണ് മറുവശം. ഉന്നത പോലീസ് അധികാരികൾക്ക് ഇവിടെ നിക്ഷേപം ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? അതിന് സാധ്യതകളുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് ചില ഉന്നത ഉദ്യോഗസ്ഥർ തലേദിവസം വന്ന് വീട്ടിൽ താമസിക്കുകയും ബന്ധുക്കളെ പോലെ പെരുമാറുകയും ചെയ്തതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഗോപാലകൃഷ്ണൻ നായരും സിന്ധുജി നായരും ചേർന്ന് ഡിവോഴ്സ് നാടകം കളിച്ചെന്നും ആ രീതിയിൽ സ്വത്തുക്കൾ വകമാറ്റിയെന്നും നിക്ഷേപകർ സംശയം പ്രകടിപ്പിച്ചു. പാർട്ണർഷിപ്പ് മാറ്റി വേറൊരു സ്ഥാപനത്തിന്റെ പേരിലേക്ക് നിക്ഷേപം മാറ്റുകയും ചെയ്തപ്പോൾ അവർ പാർട്ണറല്ല. അപ്പോൾ ഒരു അഭ്യൂഹം പരന്നിരുന്നു. നമുക്ക് അത്ര ഒഫീഷ്യലി അറിയാൻ കഴിയത്തില്ല. അഭ്യൂഹം പരന്നിരുന്നു. അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, ഡിവോഴ്സ് ആയിട്ട് പോയിട്ടുണ്ട്. മിക്കവാറും അത് കേസിനെ ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണെന്ന് വ്യക്തമാണ്. കാര്യം ഈ ഞങ്ങളുടെ FD റിസിപ്റ്റ് തന്നെ റെസിപ്റ്റ് എന്ന് മാത്രം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ ഒരു നിയമ കോടതിയിൽ പോയാൽ അതിനെയൊക്കെ നിഷേധിക്കത്തക്ക വിധത്തിലുള്ള പ്രീ പ്ലാൻ ഇവർ ചെയ്തിരുന്നു. ലക്ഷങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ സമീപിച്ചപ്പോൾ തങ്ങളെ വിളിച്ചു വരുത്തി ഒരു പേനയും തന്ന് മടക്കി വിടുകയായിരുന്നുവെന്ന് നിക്ഷേപകർ പറയുന്നു. പൊട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരാതിയും കൊണ്ട് ചെന്നു. എന്തായാലും ഞങ്ങൾക്ക് പൈസ തിരികെ തരണം. സ്ഥാപനം നിങ്ങളുടെ പൈസ എടുത്തു കഴിയുമ്പോൾ സ്ഥാപനം നിലനിർത്തുന്നുണ്ടായോ എന്നും പറഞ്ഞ് ഞങ്ങളെ അവിടെ പിന്നെ ഇടിയിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞപ്പം ഗോവിന്ദും ഗോപാലകൃഷ്ണനും കൂടെ ശ്രീരാമസദനത്തിന്റെ അവിടെ മേളിലെ ഹോളില് ഞങ്ങളെല്ലാം കൂടെ വീട്ടിൽ കൂട്ടി ഞങ്ങൾക്കൊരു പേനായും തന്നിട്ട് ഞങ്ങളുടെ പൈസ നിങ്ങളെ എപ്പം ചോദിച്ചാലും ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ തരാമെന്ന് പറഞ്ഞു ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ടതാ. ഈ പേനായും തന്നിട്ട് വിശ്വസിച്ചു. ഈ പേനായ്ക്ക് ചേച്ചി എത്ര ലക്ഷം രൂപ കൊടുത്തു? നഷ്ടം എത്ര ലക്ഷം രൂപ വന്നു? എനിക്കിപ്പോ നവംബർ വരെ എനിക്ക് പലിശ തന്നുള്ളൂ. നേരത്തെ PRD-യിൽ ഇട്ടത് ഇത് ഇട്ടതും കൂടെ എത്ര ലക്ഷം രൂപ പോയിട്ടുണ്ട്? ഇപ്പൊ 38 ലക്ഷം രൂപ പോയിട്ടുണ്ട്. PRD ഫൈനാൻസിയേഴ്സ് എന്ന നാമത്തില് കുറിയന്നൂർ പുൽമുക്കിൽ തുടങ്ങിയ സ്ഥാപനം
പിന്നീട് വെള്ളിയൂര് മറ്റ് പരിസര പ്രദേശങ്ങളിലായി 3 ഡിസ്ട്രിക്റ്റിലായി കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്ന ഡിസ്ട്രിക്റ്റിലായി 46 സ്ഥാപനം ഉണ്ടായിരുന്നു. ഈ 46 സ്ഥാപനങ്ങളിൽ ഏകദേശം 5000 നിക്ഷേപകർ 800 കോടി ആണ് നിക്ഷേപ തുക. ഇവർ 20 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാൽ കഴിഞ്ഞ 6 മാസം മുമ്പ് ഗോപാലകൃഷ്ണന്റെ അനിയൻ 1.5 വർഷം മുമ്പ് കുറിയന്നൂരിന്റെ പ്രദേശത്തിന് സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത് അത് പൊട്ടുവാനിടയായ കാരണത്താൽ അതിനുശേഷം ഈ 6 മാസം മുമ്പ് ഗോപാലകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്ന 3 ഗോപാലകൃഷ്ണന്റെ വൈഫ് സിന്ധു, മകൻ ഗോവിന്ദന്റെ ഭാര്യ ലക്ഷ്മിലേഖ എന്നിവർ ഡയറക്ടറായിരുന്ന ഈ സ്ഥാപനം പെട്ടെന്ന് പേര് മാറ്റിയിട്ട് GRG എന്ന നാമകരണത്തിൽ. പോലീസിന്റെ ഒത്തുകളി വ്യക്തമാണ്. ഇതിനെതിരെ സമരപരിപാടികൾ ആരംഭിക്കും. വ്യാഴാഴ്ച പത്തനംതിട്ട കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് SP ഓഫീസിലേക്ക് നിക്ഷേപകർ മാർച്ച് നടത്തും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും നിക്ഷേപകർ പറയുന്നു. ചെയ്യുന്നതിന്റെ റെക്കോർഡിംഗ് വരെ പലരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, അവരുടെ സ്റ്റാഫിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന വീഡിയോസ് നമ്മുടെ നിക്ഷേപകരുടെ കൈവശമുണ്ട്. അങ്ങനെ ഇരിക്കെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വേറൊരു പാർട്ടിയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഇത് കൊടുത്തിട്ട് അദ്ദേഹം പൈസ ഇറക്കി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ആ റെക്കോർഡിങ്ങിൽ പറയുന്നുണ്ട്. അങ്ങനെ സിന്ധു വി നായർ പറയുന്ന സിന്ധു വി നായറും ഒളിവിലായി. ആ ഒളിവിലായ ഇത് വെച്ചിട്ട് കഴിഞ്ഞ 14-ാം തീയതി മാർച്ച് 14-ാം തീയതി ഹൈക്കോടതിയിൽ വെച്ചിട്ട് മുൻകൂർ ജാമ്യം നിഷേധിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തു. അങ്ങനെ മുൻകൂർ ജാമ്യം നിഷേധിച്ചു. ഞങ്ങളിപ്പോൾ അറിയുന്നത് അവർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്, ജാമ്യത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് എന്നാണ് അറിയുന്നത്. പാവം പിടിച്ച മനുഷ്യരാണ്. ഇവിടെയുള്ള പാവം പിടിച്ച് എത്രയോ പേര്, ഈ ഇരിക്കുന്ന ചേച്ചിയൊക്കെ വളരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ അവസ്ഥയിലായിരുന്ന ആൾക്കാർ തൊട്ടിട്ട് കോടികൾ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ പോയ ജനങ്ങളെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആക്കി തീർത്തത്. കുറിയന്നൂരിൻ്റെ മൊത്തമായിട്ട് എടുത്ത് പറഞ്ഞ കുറിയന്നൂരിനെ നിശ്ചലമാക്കി കഴിഞ്ഞു. ഞങ്ങൾക്ക് അസോസിയേഷൻ ഫോം ചെയ്യണം. ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനെ ബഡ്സിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം. സഞ്ജയ് കോളിനെ കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് ഞങ്ങൾക്ക് പരാതി കൊടുക്കണം. അത് DGP കൊടുക്കണം, ചീഫ് മിനിസ്റ്റർക്ക് കൊടുക്കണം. അങ്ങനെ അവരത് ബഡ്സിൻ്റെ പരിധിയിലേക്ക് ഇടണം. അല്ലെങ്കിൽ ഞങ്ങളൊരു സിവിൽ കേസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി പണം ചിലവാകും. ഇത് ബഡ്സിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താങ്ങാവുന്ന ഒരു പരിധിയിലേക്ക് നീങ്ങും. ആ കാരണത്താൽ ഞങ്ങൾ ബഡ്സിൻ്റെ പരിധിയിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ശ്രമം. ഞങ്ങളാണെങ്കിൽ പോകാൻ പറ്റുന്നിടത്ത് പോകുന്നു, അസോസിയേഷനായിട്ട് രൂപീകരിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടിയത് പണമാണ്. തിരിച്ച് ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് തിരികെ കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു.